ഞാവൽപ്പഴം എണ്ണയിലിട്ടാൽ എന്ത് സംഭവിക്കും? ഞാവൽപ്പഴം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എണ്ണയിലിടണ്ട, പടപടോന്ന് പൊട്ടിത്തെറിച്ച് സ്ഫോടനമൊക്കെ ഉണ്ടാവും. വെറുതെ അതൊന്നും ചെയ്യേണ്ട. പക്ഷേ എണ്ണയിലിടാൻ ഒരു പാകമുണ്ട്. നന്നായി പഴുത്തിട്ടുള്ള ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എണ്ണയിലിടണം, എണ്ണയിലിട്ടാൽ എന്ത് സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കും. അതായത് ഞാവൽപ്പഴം അച്ചാറാക്കിയെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ ഞാവൽപ്പഴത്തിൻ്റെ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഞാവൽപ്പഴം വെച്ചിട്ടുള്ള 4 വിഭവങ്ങൾ ഒന്നിച്ചായിട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഞാവൽപ്പഴം വീണ്ടും മേടിച്ചപ്പോൾ എനിക്ക് അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഞാവൽപ്പഴത്തിൻ്റെ അച്ചാർ. അപ്പോൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലെണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി ഒന്ന് ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചതയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, തോലോട് കൂടി തന്നെ ചേർക്കണേ. അത് ഈ എണ്ണയിൽ മൂത്തിട്ടുണ്ടല്ലോ, നമ്മൾ ഇടയ്ക്ക് അച്ചാർ കഴിക്കുന്ന സമയത്ത് ആ തോലിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ചുകൂടി എണ്ണ വേണം. അച്ചാറല്ലേ, അപ്പോൾ എണ്ണ വളരെ കുറച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി എണ്ണ വേണം. എണ്ണയൊക്കെ ആ ഒരു കറക്റ്റ് പാകത്തിന് ഈ ഞാവൽപ്പഴം മുഴുവനായിട്ട്, ഞാവൽപ്പഴം എന്ന് മാത്രമല്ല ഏത് അച്ചാർ ഉണ്ടാക്കിയാലും ആ ഒരു എണ്ണയുടെ ഒരു സാന്നിധ്യം വളരെ നല്ലതാണല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിച്ച് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ ഒരു കളർ കിട്ടാനാണല്ലോ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇനി അടുത്തതായി ചേർക്കേണ്ടത് ഉലുവയാണ്. ഉലുവ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഉലുവ വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചേർത്താലും മതി. ഉലുവ വറുത്ത് പൊടിച്ചല്ല പച്ചക്കാണെന്നുണ്ടെങ്കിൽ ഈ ചൂടായ എണ്ണയിൽ തന്നെ ചേർത്തിട്ട് അതിനെയും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഉലുവയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്ന മുളകും കറിവേപ്പിലയും കടുകും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. ഇതെന്തിനാണെന്നറിയാലോ, കളറ്. അപ്പോൾ ഇതൊരു പാചകം ഒരു കലയാണെന്ന് പറഞ്ഞ പോലെ ഇതിൽ കളറും വേണമല്ലോ. കളർ ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. അപ്പോൾ ആ ഒരു കലാപരമായ കളർ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഞാവൽപ്പഴം തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള ഞാവൽപ്പഴമാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാവൽപ്പഴം ചെറിയ ചൂടൊന്നാകുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിൽ മിക്സായിട്ട് ആ ഒരു മസാലയൊക്കെ ഇതിൽ വരും. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇനിയിപ്പോൾ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി അടുത്ത ചെയ്യേണ്ടതെന്നറിയോ, കായപ്പൊടി ഇല്ലാതെ എന്ത് അച്ചാറല്ലേ. അപ്പോൾ കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. തീ കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാവൽപ്പഴം ആയതുകൊണ്ട് തന്നെ ഞാവൽപ്പഴത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും എത്ര കിട്ടിയാലും കഴിക്കാൻ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ആ ഞാവൽപ്പഴത്തിൻ്റെ ഉള്ളിൽ ഈ എരിവുള്ള മസാലകളൊക്കെ ഇങ്ങനെ കയറി അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ട് അതിൽ നിന്നിങ്ങനെ കുറച്ചെടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കണം അല്ലേ. കുറച്ച് തൈരും കുറച്ച് ചോറും ഈ കുറച്ച് അച്ചാറും എടുത്തിട്ട് കഴിക്കുമ്പോൾ ഞാവൽപ്പഴം ആയതുകൊണ്ട് തന്നെ ആ സ്നേഹം കുറച്ച് കൂടുതലുണ്ടാവും ഈ ഒരു അച്ചാറിനോട്. അപ്പോൾ ഇത് വീണ്ടും ഒരു 5 മിനിറ്റോളം ചെറിയ തീയിൽ നന്നായിട്ട് ആയിക്കഴിയുമ്പോൾ എന്താണെന്നറിയോ, ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ആവുകയും ചെയ്യും. ഞാവൽപ്പഴം ഒന്ന് വെന്തിട്ടുണ്ടാവും, മനസ്സിലായോ. അപ്പോൾ അങ്ങനെ വെന്ത് കറക്റ്റ് പാകത്തിനായി വരുമ്പോൾ അതൊക്കെ നോക്കിയേ, കൊതിയാവുന്നില്ല എന്നാർക്കും പറയാൻ പറ്റില്ല, കൊതിയായിപ്പോവും. അതാണ് അച്ചാറൊന്നാമത് കൊതിയാവും. ഞാവൽപ്പഴത്തിൻ്റെ അച്ചാറാകുമ്പോൾ കൊതി കുറച്ച് കൂടും. ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം, നന്നായിട്ട് വെന്തിട്ടുണ്ടേ, നല്ല ചൂടുണ്ട്. അപ്പോൾ മിക്സാക്കി എടുക്കുക. ഇനി ചെയ്യേണ്ടത് അതിൽ 1 സ്പൂൺ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. 1 സ്പൂൺ വെള്ളം എന്തിനാണ് ഒഴിക്കണമെന്ന് വെച്ചാൽ ഈ മസാല ഒന്ന് മിക്സ് ആവണം. ഞാവൽപ്പഴം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തോലൊക്കെ നല്ല ഇങ്ങനെ പോളിഷ് അതുപോലെ ഇരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താ പറയുക, ആ മസാലയൊക്കെ ഒന്ന് കുഴഞ്ഞ് വരും, അതിലൊന്ന് കറക്റ്റായിട്ട് മിക്സായി വരും. ഇതൊരു 2 ദിവസം ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അച്ചാറിൻ്റെ ആ ഒരു ഫ്ലേവർ, ടേസ്റ്റും മസാലയൊക്കെ. ഇത് നമുക്ക് ഉണ്ടാക്കിയ ഉടൻ തന്നെ കഴിക്കാം. പക്ഷേങ്കിലും എന്തായാലും കുറച്ച് കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഒരു 2 ദിവസമൊക്കെ ഇരിക്കുമല്ലോ. ആ ഇരിക്കുമ്പോൾ നമുക്കതിനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. ഇത് ചോറിൻ്റെ ഒന്നിൻ്റെയും കൂടെ അല്ല, വെറുതെ ഒരു പ്ലേറ്റിലെടുത്തിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. അതാണ് ഈ ഞാവൽപ്പഴം അച്ചാറിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഈ ഞാവൽപ്പഴം എണ്ണയിലിട്ടാൽ എന്ത് സംഭവിക്കുന്നു മനസ്സിലായല്ലോ, നല്ല അടിപൊളി അച്ചാറാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.